ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2021 പുറത്തിറങ്ങിയ ഓൾഡ് എന്ന സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാത്ത സിനിമയിലേക്ക് കടക്കാം. നമുക്കെല്ലാവർക്കും ബീച്ച് വളരെ ഇഷ്ടമല്ലേ? അതുപോലെ തന്നെ ഒരു ബീച്ച് ഈ സിനിമയിലുണ്ട്. പക്ഷെ അവിടെ പോയാൽ നിങ്ങളുടെ പ്രായം ഓട്ടോമാറ്റിക്കായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ 10 മണിക്കൂർ ഈ ബീച്ചിൽ നിന്നാൽ നിങ്ങൾക്ക് 20 വയസ്സ് വർദ്ധിക്കും. അതായത് 20 വർഷം കടന്നുപോയതുപോലെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബീച്ചിൽ വന്ന് കുറച്ചു പേര് വന്ന് കുടുങ്ങിപ്പോവാണ്. അവർക്ക് എല്ലാവർക്കും ഈ ബീച്ചിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞോ, അതോ ഈ ബീച്ചിനുള്ളിൽ വെച്ച് വയസ്സായി മരിച്ചുപോയോ എന്നതിനെ കുറിച്ച് വളരെ സൂപ്പറായും ത്രില്ലിംഗ് ആയും പറയുന്ന കഥയാണിത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു കുടുംബം കാറിൽ സംസാരിച്ചുകൊണ്ട് വരുന്നു. അവർ നേരെ റിസോർട്ടിലേക്ക് വരുന്നു. ഈ റിസോർട്ടിൽ എല്ലാവരും ഇവരെ സ്വാഗതം ചെയ്ത് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കണ്ടാൽ വളരെ വിനയത്തോടെ വളരെ സൂപ്പറായി സ്വാഗതം ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോവാണ്. ഈ അച്ഛനും അമ്മയ്ക്കും കുടിക്കാൻ കോക്ടെയിൽ കൊടുത്തിട്ട് ഈ ചെറിയ കുട്ടികൾ രണ്ടുപേരോടും അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജ്യൂസുകൾ ഉണ്ടാവും, അവിടെ പോയി നിങ്ങൾ കുടിച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ചേച്ചിയും അനിയനും വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് ജ്യൂസ് കുടിക്കാൻ പോകുന്നു. അനിയനാണ് ഈ സിനിമയുടെ ഹീറോ പോലെ. ഇതിനിടയിൽ അമ്മ പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ ഈ റിസോർട്ട് ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത്. കണ്ടില്ലേ എത്ര നന്നായിട്ടാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്, എത്ര മാന്യമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനോട് സംസാരിക്കുന്നു. ഇവിടെ എന്ത് നടക്കുന്നു എന്ന് നോക്കാം. ഹീറോയും അവൻ്റെ ചേച്ചിയും ജ്യൂസ് കുടിക്കാൻ പോയ സ്ഥലത്ത് ഒരു ചെറിയ പയ്യനുണ്ട്. അവനാണ് ആ സ്ഥലം നോക്കുന്നത്. അവൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ റിസോർട്ടിന്റെ മാനേജറുടെ മരുമകൻ. അവൻ നമ്മുടെ ഹീറോയോടും ചേച്ചിയോടും വളരെ നന്നായി സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നു, എനിക്ക് ഈ പസിൽ പോലുള്ള കളികൾ സോൾവ് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. ഞാനും എൻ്റെ അച്ഛനും ഈ പസിൽ സോൾവിങ് ഗെയിമാണ് കളിക്കാറ് എന്ന് പറയുന്നു. അതിന് ആ ചെറിയ പയ്യനും, ഓ എനിക്കും ഈ പസിൽ സോൾവിങ് ഗെയിമുകളൊക്കെ ഇഷ്ടമാണ്, ഞങ്ങളും കളിക്കാറുണ്ട് എന്ന് പറയുന്നു. അത് കട്ട് ചെയ്ത് ഈ കുടുംബം അവരുടെ റൂമിലേക്ക് പോകുന്നു. റൂമിൽ പോയ ഉടനെ നമ്മുടെ ഹീറോയും ചേച്ചിയും നീന്താനുള്ള ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അച്ഛൻ വരും, നമുക്ക് ബീച്ചിൽ പോകാം, നല്ല ജോളിയായി എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്താൻ തുടങ്ങുന്നു. അപ്പോൾ അച്ഛനാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ഈ റിസോർട്ടിലെ നിയമം അനുസരിച്ച് ചെറിയ കുട്ടികളെ ആരെയും ബീച്ചിലേക്ക് പ്രവേശിപ്പിക്കില്ല. ഇത് പറഞ്ഞ ഉടനെ നമ്മുടെ ഹീറോയും ചേച്ചിയും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ വളരെ മോശമാണെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കൂടെ വഴക്കടിച്ച് കളിക്കുന്നു. ഇത് കണ്ട അമ്മയും സന്തോഷിക്കുന്നു. ഇപ്പോൾ അടുത്ത ദിവസം ആവുന്നുണ്ട്. എല്ലാവരും പുറത്ത് ബീച്ചിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ജ്യൂസ് കടയിൽ കണ്ട പയ്യനും വന്ന് നമ്മുടെ ഹീറോയുടെ കൂടെ കളിക്കുന്നു. അവൻ ആരാണെന്ന് അറിയാലോ? ആ മാനേജറുടെ മരുമകൻ. ഇങ്ങനെയൊക്കെ ഇരിക്കെ ആ ചെറിയ പയ്യനും നമ്മുടെ ഹീറോയും ചേർന്ന് ഈ ബീച്ചിലുള്ള എല്ലാവരോടും നിങ്ങളുടെ പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഓരോരുത്തരോടായി ചോദിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ അവിടെ ഒരു 3 പേര് ചെയറിലിരിക്കുന്നു. അവരോട് പോയി ചോദിക്കുമ്പോൾ അതിൽ അവിടെ ഇരിക്കുന്ന ഒരാൾ, ഞാൻ സോഫിയ, ഞാൻ ഷെഫാണ് എന്ന് പറയുന്നു. മറ്റൊരാൾ പറയുന്നുണ്ട്, ഞാൻ മിഷേൽ, ഞാനൊരു പോലീസാണ് എന്ന് പറയുന്നു. അടുത്തിരുന്ന മറ്റൊരാൾ പറയുന്നു, ഞാൻ മെലിൻ, ഞാനൊരു ഡാൻസറാണ് എന്ന് പറയുന്നു. ഇങ്ങനെ കുട്ടികൾ എല്ലാവരോടും പോയി ചോദിച്ച് വളരെ ജോളിയായി എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വളരെ ജോളിയായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങുന്നു. അതിൽ ആ ചെറിയ പയ്യൻ പറയുന്നുണ്ട്, എനിക്ക് ഫ്രണ്ട്സ് ഇല്ലപ്പാ, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും, ആരുടെ കൂടെയും സംസാരിക്കാറില്ല എന്ന് പറയുന്നു. അതിന് നമ്മുടെ ഹീറോ സമാധാനിപ്പിക്കുന്നുണ്ട്, ഞാനല്ലേ, ഇനി ഞാനാണ് നിന്റെ ഫ്രണ്ട്, എൻ്റെ അമ്മയോട് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് നിന്റെ കൂടെ കളിക്കാൻ വരാം, ഓക്കെ ആണോ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. അത് കട്ട് ചെയ്ത് അടുത്ത സീനിൽ രാത്രിയാവുന്നുണ്ട്. ഹീറോയുടെ അച്ഛനും അമ്മയും ഭയങ്കരമായി വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹീറോയും ചേച്ചിയും സോഫയിലിരുന്ന് സങ്കടത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ അമ്മയ്ക്ക് ഏതൊരു വലിയ അസുഖമുണ്ട്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന്. അതുകൊണ്ട് ഭർത്താവിനെ വിട്ടുപിരിഞ്ഞു പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഹീറോയുടെ അച്ഛന് ഇതിലൊട്ടും താല്പര്യമില്ല. എങ്കിലും ഇപ്പോൾ വെക്കേഷൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവസാനമായി പിരിയുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബവുമായി നല്ല ജോളിയായി എൻജോയ് ചെയ്തിട്ട് പിരിഞ്ഞു പോവാം എന്ന് കരുതിയാണ് ഹീറോയുടെ അമ്മ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ആ ചെറിയ പയ്യൻ ഒരു പസിൽ സോൾവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാളെ ഐസ്ക്രീം ഈറ്റിംഗ് കോൺടെസ്റ്റ് ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. ഇത്ര എളുപ്പമുള്ള പസിൽ സോൾവിംഗ് ആണോ എനിക്ക് തന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ചിരിക്കുന്നു. ഇപ്പോൾ അടുത്ത സീനിൽ ഒരു ബീച്ച് പോലെ കാണിക്കുകയാണ്. അവിടെ 2 പേര് മാത്രമാണുള്ളത്. അവിടെ ഇരിക്കുന്ന പെൺകുട്ടി ഞാൻ കുളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് കടലിലേക്ക് ഇറങ്ങുന്നു. പിന്നാലെ ആ കറുത്ത കണ്ണാടി വെച്ചവനും പോകുന്നുണ്ട്. അതോടെ ആ സീനും കട്ടാവുന്നു. അടുത്ത സീനിൽ വേറൊരു കുടുംബത്തെ കാണിക്കുന്നു. അതിലൊരാൾ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അസുഖം കൂടുതലാണ്. അതുകൂടാതെ അവർക്കൊരു ചെറിയ മകളും ഉണ്ട്. അപ്പോൾ ആ ഡോക്ടറുടെ ഭാര്യ ആ വീട്ടോട് ഈ കാൽസ്യം കൂടുതലുള്ള ഭക്ഷണം നോക്കി തരണം, അതിലെന്തൊക്കെയാണ് ചേർക്കുന്നത് എന്ന് ചോദിച്ച് കുത്തി ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ആ ഡോക്ടറുടെ ഭാര്യയ്ക്ക് വയ്യാത്തതിനെ കുറിച്ച് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കാൽഷ്യം കുറവുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്ററെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതുകൂടാതെ ഇവരുടെ ടേബിളിന്റെ അടുത്താണ് നമ്മുടെ ഹീറോയുടെ കുടുംബവും ഇരിക്കുന്നത്. ഇവരുടെ അടുത്ത് വന്ന് റിസോർട്ടിന്റെ മാനേജർ, അടുത്തൊരു പ്രൈവറ്റ് ബീച്ച് ഉണ്ട്, അത് വേറെ ലെവലായിരിക്കും, എല്ലാവരെയും ഒന്നും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ സമ്മതിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായി പറയുന്നു, നിങ്ങൾ അവിടെ പോയി നല്ല ജോളിയായി എൻജോയ് ചെയ്യൂ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാനേജറുടെ മരുമകനുണ്ടല്ലോ, ആ ചെറിയ പയ്യൻ, അവൻ നമ്മുടെ ഹീറോയ്ക്ക് ഹായ് പറയുന്നു.
ഇത് കണ്ട മാനേജർ എത്ര തവണ നിന്നോട് പറയണം, നീ ഒന്നും ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് വേഗത്തിൽ ഓടിച്ചുവിടുന്നു. നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണിത്, ഒരു ചെറിയ പയ്യനെ കളിക്കാൻ പോലും വിടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യപ്പെടുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു കണ്ണാടി ഉടയുന്നത് പോലുള്ള ശബ്ദം കേൾക്കുന്നു. എല്ലാവരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കറുത്ത സ്ത്രീ അവിടെയുണ്ട്. അവർക്ക് ഫിറ്റ്സ് വരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറാണ് അവരെ വന്ന് രക്ഷിക്കുന്നത്. അപ്പോൾ ആ കറുത്ത സ്ത്രീക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ ഫിക്സ് വരുന്ന പോലെയുണ്ട്. അതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുടക്ക സീനിൽ നമ്മുടെ ഹീറോയുടെ കുടുംബത്തിന് ഒരു സ്ത്രീ കോക്ടെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവർ ഈ സ്ഥലത്തേക്ക് വന്ന് കുടിക്കാൻ എന്തെങ്കിലും വേണോ മാഡം എന്നൊക്കെ വളരെ വിനയത്തോടെ ചോദിക്കുന്നു. അതോടെ ആ സീനും കട്ടാവുന്നു. അടുത്ത സീനിൽ എല്ലാവരും ആ വാനിൽ വന്നിരിക്കുകയാണ്. എങ്ങോട്ടേക്ക് പോകാനാണെന്ന് ചോദിച്ചാൽ ആ പ്രൈവറ്റ് ബീച്ചിലേക്ക്. ആരെയൊക്കെയാണോ അങ്ങോട്ടേക്ക് പോകാൻ മാനേജർ പറഞ്ഞിരുന്നത് അവർ മാത്രമാണ് ഈ വാനിൽ വന്നിരിക്കുന്നത്. അതിൽ ആ ഡോക്ടറുടെ കുടുംബവും വന്നിരിക്കുന്നു. അപ്പോൾ വണ്ടി യാത്ര പുറപ്പെടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് വന്നിറങ്ങുന്നു. അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, 5 മണിക്ക് ഞാൻ വീണ്ടും ഈ സ്ഥലത്തേക്ക് വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാം. ഇവിടെ ഒരു കാട് പോലെയുള്ളത് കണ്ടില്ലേ, ഇതിലൂടെ നടന്നു പോയാൽ ആ പ്രൈവറ്റ് ബീച്ചിലെത്തും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഇവരും ആ ബീച്ചിലേക്ക് നടന്നു പോകാൻ തുടങ്ങുന്നു. പോകുന്ന വഴിയിലെല്ലാം പാറക്കെട്ടുകൾ പോലെയുണ്ട്. അതിലൂടെ നടന്നു പോകുമ്പോൾ ആ മാനേജർ പറഞ്ഞ പ്രൈവറ്റ് ബീച്ചിലെത്തുന്നു. കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഇവരെല്ലാവരും കണ്ട് വളരെ സന്തോഷിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ചെറിയ കുട്ടികളെല്ലാവരും വേഗത്തിൽ ബീച്ചിലേക്ക് പോയി ജോളിയായി കളിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആ ബീച്ചിൽ ഒരാൾ കറുത്ത കണ്ണാടി വെച്ച് ആ പാറയിൽ ചാരിയിരിക്കുന്നുണ്ട്. ഇത് കണ്ട ഹീറോയുടെ ചേച്ചി, അച്ഛാ അവിടെ നോക്ക്, അയാളുടെ പേര് സീഡൻ, അയാളൊരു റാപ്പറാണ് എന്ന് പറഞ്ഞ് വളരെ സന്തോഷിക്കുന്നു. അപ്പോൾ ആ കണ്ണാടി വെച്ച് പിന്നെയും സ്പെഷ്യലായി ഈ സ്ഥലത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ ഈ ബീച്ചിൽ എല്ലാവരും ജോളിയായി എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ചെറിയ കുട്ടികൾ ആരൊക്കെയാണുള്ളത്? നമ്മുടെ ഹീറോ, ഹീറോയുടെ ചേച്ചി, പിന്നെ ആ ഡോക്ടറുടെ ചെറിയ മകൾ. ഇങ്ങനെ 3 പേരും ജോളിയായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ചെറിയ തുരുമ്പ് പിടിച്ച വസ്തുക്കളുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് വന്ന് ചേച്ചി അമ്മയെ കാണിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇതൊന്നും നീ തൊടരുത്, ഇതൊന്നും തൊടാതെ പോയി കളിക്ക് എന്ന് പറയുന്നു. ഉടനെ 3 കുട്ടികളും ഒളിച്ചും പാത്തും കളിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ 3 കുട്ടികളും വെള്ളത്തിലിറങ്ങി കളിക്കുകയാണ്. അതിൽ ഹീറോ വെള്ളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു പെൺകുട്ടിയുടെ ശരീരം ഒഴുകി വരുന്നു. അത്രയേ ഉള്ളൂ. ഇത് കണ്ട ഉടനെ അവൻ അലറി വിളിച്ച ആളെ കൂട്ടുന്നു. അപ്പോൾ എല്ലാവരും വേഗം വന്ന് ആ മൃതദേഹം നോക്കുന്നു. എല്ലാവരും കുറച്ച് ഭയന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് വെച്ച് ഈ പെൺകുട്ടിക്ക് എന്തു പറ്റിയതായിരിക്കും, ആരാണിത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ റാപ്പർ ഉണ്ടല്ലോ, അയാൾ ആ സ്ഥലത്തേക്ക് വന്ന് ഈ മൃതദേഹം നോക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് ഈ പെൺകുട്ടി മറ്റാരുമല്ല, ഈ റാപ്പറിന്റെ കൂടെ വന്ന പെൺകുട്ടിയാണ്. ഇത് കണ്ട അയാൾ ഭയങ്കരമായി ഞെട്ടി നിൽക്കുമ്പോൾ അയാളുടെ മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങുന്നു. ഇത് കണ്ട എല്ലാവരും ഇവൻ തുടക്കം മുതലേ ഒരു മാതിരിയാണ്, ഇവനായിരിക്കും ഈ പെൺകുട്ടിയെ കൊന്ന് കടലിൽ ഇട്ടിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് എല്ലാവരും ഈ റാപ്പറെ സംശയിക്കാൻ തുടങ്ങുന്നു. അയാൾ ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ഇങ്ങനെ എൻ്റെ കാമുകിയെ കൊല്ലും, ഞാനല്ല കൊന്നത് എന്നൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കുന്നു. എന്നിരുന്നാലും ഇവിടെയുള്ള ആരും അത് കേൾക്കുന്ന പോലെ ഇല്ല. ശരി, ഈ ബീച്ചിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നുപോയി, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോവാമെന്ന് തീരുമാനമെടുത്ത് നിൽക്കുമ്പോൾ ഈ സമയം 2 പേർ പുതുതായി ഈ ബീച്ചിലേക്ക് വരുന്നു. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ കറുത്ത സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് ഫിക്സ് വന്നില്ലേ, അവരും അവരുടെ ഭർത്താവുമാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോവാണ്, ഇവിടെ ഒരു മൃതദേഹമുണ്ട്, ആ റാപ്പറാണ് കൊന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ നിന്ന് വേഗം പോവാമെന്ന് പറയുമ്പോൾ ആ കറുത്ത സ്ത്രീയുടെ ഭർത്താവ്, എന്താണെന്ന് ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവമോ, ഇതിലൂടെ ഒന്നും നമ്മൾ പോകണ്ട, വേഗം ഇവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞ് വേഗത്തിൽ പുറത്തേക്ക് പോകാൻ നടക്കുമ്പോൾ പെട്ടെന്ന് താഴെ വീണു പോകുന്നു. അവൻ കണ്ണു തുറക്കുമ്പോൾ ഒരു വലിയ ആന അവൻ്റെ തലയിൽ ഇരുന്നിട്ട് എഴുന്നേറ്റതുപോലെ തോന്നുന്നു. അത്രയ്ക്ക് തലവേദന എടുക്കുന്നു. അവനൊന്നും മനസ്സിലാകാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഡോക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നു. എല്ലാവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഈ ഡോക്ടറുടെ അമ്മ മരിച്ചു പോയതെന്ന്. വളരെ വിഷമിക്കുന്നു. പക്ഷേ ഈ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ട് ഞെട്ടൽ താങ്ങാൻ കഴിയാതെയാണ് എൻ്റെ അമ്മ മരിച്ചു പോയത്, അതുകൊണ്ട് ഇതിന് കാരണം ആ റാപ്പർ തന്നെയാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആ റാപ്പറെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ സമയം നമ്മുടെ ഹീറോയും ചേച്ചിയും ആ കറുത്ത സ്ത്രീയോടും ഭർത്താവിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താണ്, നിനക്ക് വയസ്സ് എത്രയുണ്ട്, എത്രയിലാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് 6 വയസ്സായി, എൻ്റെ ചേച്ചിക്ക് 10 വയസ്സായി എന്ന് പറയുന്നു. എന്താ നിനക്ക് 6 വയസ്സ് മാത്രമാണോ, പക്ഷെ കണ്ടാൽ അങ്ങനെയല്ലല്ലോ തോന്നുന്നത് എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോയുടെ അമ്മ വന്ന് ഭയങ്കരമായി ഞെട്ടുന്നു. എന്താണെന്ന് വെച്ചാൽ 6 വയസ്സുള്ള നമ്മുടെ ഹീറോ ഇപ്പോൾ 10 വയസ്സുകാരനെ പോലെ ആയിരിക്കുന്നു. 10 വയസ്സുള്ള ചേച്ചി ഇപ്പോൾ 14 വയസ്സുകാരിയെ പോലെ ആയിരിക്കുന്നു. ഇതെല്ലാം കണ്ട ഹീറോയുടെ അമ്മ ഭയങ്കരമായി ഞെട്ടുന്നു. അവിടേക്ക് വന്ന ഹീറോയുടെ അച്ഛൻ ചേച്ചിയെ കണ്ട് ഭയങ്കരമായി ഞെട്ടുന്നു. നമ്മുടെ മകൾ എങ്ങനെ ഇങ്ങനെ വളർന്നുപോയി എന്ന് പറഞ്ഞ് തൊട്ട് നോക്കി ഭയങ്കരമായി ഞെട്ടുകയാണ്. എന്താണിതെന്ന് പറഞ്ഞ് ഒന്നും മനസ്സിലാക്കാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കെ ഈ സമയം ഡോക്ടർ ആ റാപ്പറിനോട് ഭയങ്കര ദേഷ്യത്തിലാണ്. വെറുതെ ആ റാപ്പറിനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ റാപ്പർ, ഇനി നമ്മളിവിടെ നിൽക്കരുത്, ഇയാൾ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന് പറഞ്ഞ് വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. ഡോക്ടറും നിന്നെ ഞാൻ വിടില്ലടാ എന്ന് പറഞ്ഞ് വേഗത്തിൽ ആ റാപ്പറിന് പിന്നാലെ ഓടി ചെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ തലയിൽ ഭയങ്കരമായ പ്രഷർ ഉണ്ടാകുന്നു.
എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത സീനിൽ ബീച്ചിൽ ബോധം കെട്ട് വീണ നിലയിൽ എഴുന്നേക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ ബീച്ചിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവർക്കിങ്ങനെ ഭയങ്കരമായ തലവേദന വന്ന് വീണ്ടും ഈ ബീച്ചിൽ നിന്ന് തന്നെയാണ് കണ്ണു തുറക്കുക. ഇവിടെ നിന്ന് ഇവർക്ക് രക്ഷപ്പെട്ടു പോവാനേ കഴിയില്ല. ഇപ്പോഴാണ് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നത് ഇത് പ്രത്യേകതരം ഒരു ബീച്ചാണെന്ന്. അതുകൂടാതെ ആ ഡോക്ടർക്ക് ഒരു ചെറിയ മകളുണ്ടായിരുന്നല്ലോ, അവളും ഇപ്പോൾ വലിയ കുട്ടിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം എന്ന് പറഞ്ഞ് ഇവിടെയുള്ള എല്ലാവരും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ഓരോ വഴികൾ ശ്രമിക്കുന്നു. പക്ഷെ ശ്രമിച്ചവരെല്ലാവരും വീണ്ടും ബോധം കെട്ട് ഈ ബീച്ചിൽ തന്നെയാണ് വന്ന് എഴുന്നേൽക്കുന്നത്. ഈ തവണയും ഡോക്ടർ വീണ്ടും ഈ റാപ്പറെ കാരണം പറഞ്ഞ് നിന്നാലാണ് എല്ലാം നടന്നത്, നീയാണ് ഇവിടെ നടക്കുന്ന എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് ആ റാപ്പറിന്റെ കവളിൽ വരയുന്നു. എല്ലാവരും പേടിച്ച് വേഗം ഡോക്ടറെ പിടിച്ച് അയാളുടെ കയ്യിലുള്ള കത്തി പേടിച്ചു വാങ്ങുന്നു. അപ്പോൾ ആ റാപ്പറിന്റെ കവളിലുണ്ടായ മുറിവ് ഓട്ടോമാറ്റിക്കായി മാഞ്ഞു പോവാണ്. ഒരു പാടുപോലും ഇല്ലാതെ ഉണങ്ങിപ്പോകുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. അപ്പോൾ ആ റാപ്പർ പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും എന്നെ വിശ്വസിക്ക്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കും അസുഖമില്ലാതെയാണ് ഈ സ്ഥലത്തേക്ക് റിലാക്സ് ചെയ്യാൻ വന്നത്. എൻ്റെ കാമുകിയും എൻ്റെ കൂടെയാണ് വന്നത്. പക്ഷെ അവൾ എങ്ങനെയാണ് മരിച്ചു പോയതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എന്നെ വിശ്വസിക്ക് എന്ന് പറയുന്നു. ഉടനെ ആ കറുത്ത സ്ത്രീയുടെ ഭർത്താവ് പറയുന്നുണ്ട്, നമ്മൾ ഈ സ്ഥലത്തേക്ക് എങ്ങനെ വന്നോ ആ വഴി തിരിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കടലിൽ നീന്തി പോയിട്ട് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് നോക്കണം. ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നീന്തി പോയിട്ട് നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് നോക്കാം എന്ന് പറയുന്നു. ഉടനെ അവിടെ ഇരുന്ന കറുത്ത സ്ത്രീക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നു. അപ്പോൾ നമ്മളെ മാത്രം ഇവിടെ പ്ലാൻ ചെയ്ത് വരുത്തിയിരിക്കുകയാണ് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിക്കുക എന്ന് പറയാണ്. അവരെല്ലാവരും അതേപോലെ ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും കുടുംബത്തിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു അസുഖം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവരെ ടാർഗറ്റ് ചെയ്ത് ഈ സ്ഥലത്തേക്ക് പ്ലാൻ ചെയ്ത് വരുത്തിയിരിക്കുന്നത്. അതായത് ഈ ഡോക്ടറുടെ ഭാര്യയ്ക്ക് കാൽസ്യം കുറവുണ്ടല്ലോ, അതുകൂടാതെ ഈ കറുത്ത സ്ത്രീക്ക് ഫിക്സ് വരുന്നത് പോലത്തെ ഒരു അസുഖമുണ്ട്. നമ്മുടെ ഹീറോയുടെ അമ്മയ്ക്കും വയറ്റിൽ ട്യൂമർ ഉണ്ട്. അതുകൂടാതെ ഇവിടെയുള്ള എല്ലാവരും ഒരു പരസ്യം കണ്ടിട്ടാണ് ഈ റിസോർട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക. ഓൺലൈനിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഈ സമയം നമ്മുടെ ഹീറോയുടെ അമ്മയ്ക്ക് ഭയങ്കരമായി വയറുവേദനിക്കാൻ തുടങ്ങുന്നു. ഉടനെ പെട്ടെന്ന് ബോധം കെട്ട് താഴെ വീഴുന്നു. എല്ലാവരും വേഗത്തിൽ വന്ന് എന്താണ് പറ്റിയതെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ അമ്മയ്ക്ക് വയറ്റിലൊരു മുഴയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ബോധം കെട്ട് വീണിരിക്കുന്നത് എന്ന് പറയുന്നു. ഡോക്ടർ നമ്മുടെ ഹീറോയുടെ അമ്മയുടെ വയറ്റിൽ തൊട്ട് നോക്കി പറയുന്നുണ്ട്, ട്യൂമർ മുഴ വളരെ വലുതായിരിക്കുന്നു, ഇതിനെ ഉടൻ തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ ജീവൻ ആപത്താണ് എന്ന് പറയുന്നു. ശരി, ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യേ എന്ന് എല്ലാവരും പറയുന്നു. ഡോക്ടർ തന്റെ കയ്യിലുള്ള കത്തി വെച്ച് അമ്മയുടെ വയറ് പതുക്കെ മുറിക്കുമ്പോൾ അത് ഉടനെ തന്നെ അടഞ്ഞു പോകുന്നു. ഉടനെ ഡോക്ടർ പറയുന്നുണ്ട്, ഞാനിത് മുറിക്കുമ്പോൾ എല്ലാവരും കൈവച്ച് പിടിക്കുക എന്ന് പറയാണ്. എല്ലാവരും കൈവച്ച് അതുപോലെ പിടിക്കുമ്പോൾ ആ ട്യൂമർ മുഴയെ പതുക്കെ പുറത്തെടുക്കുന്നുണ്ട്. നോക്കിയാൽ അതൊരു ചെറിയ വാട്ടർമെലൻ വലുപ്പത്തിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെറുതായിരുന്ന മുഴ ഈ ബീച്ചിൽ വന്നതിന് ശേഷം ഇത്രയും വലുതായിരിക്കുന്നു. അതിനുശേഷം അത് നീക്കം ചെയ്തപ്പോൾ ആ സ്ഥലം തനിയെ അടഞ്ഞു പോകുന്നു. ഈ അമ്മ കണ്ണു തുറന്നതിന് ശേഷമാണ് എല്ലാവരും സന്തോഷിക്കുന്നത്. ഹീറോയുടെ അമ്മ പറയുന്നുണ്ട്, മുമ്പത്തേക്കാളും എനിക്ക് ഇപ്പോൾ വളരെ നന്നായി തോന്നുന്നു, എൻ്റെ അസുഖം മാറിയെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അത്രയും വലിയൊരു വാട്ടർമെലൻ പുറത്തെടുത്തല്ലോ. അത് കട്ട് ചെയ്ത് ഈ സമയം റാപ്പറെ കാണിക്കുന്നു. അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തൻ്റെ കാമുകിയുടെ മൃതദേഹം ഉണ്ടല്ലോ, അതിന് മുകളിൽ ഒരു തുണിയിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ശരി, നമ്മുടെ കാമുകിയുടെ മൃതദേഹമെങ്കിലും നോക്കാം എന്ന് പറഞ്ഞ് ആ തുണി മാറ്റുമ്പോൾ കണ്ട് ഭയങ്കരമായി ഞെട്ടുന്നുണ്ട്. കാരണം കുറച്ചു നേരത്തിന് മുമ്പുണ്ടായിരുന്ന മൃതദേഹം ഇപ്പോൾ മുഴുവനായും അസ്ഥികൂടമായി മാറിയിരിക്കുന്നു. ഉടനെ എല്ലാവരും വേഗത്തിൽ വന്ന് നോക്കി ഭയങ്കരമായി ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അമ്മ പറയുന്നു, ഒരു മൃതദേഹം ഇങ്ങനെ ഒരു അസ്ഥികൂടമായി മാറാൻ കുറഞ്ഞത് 7 വർഷമെങ്കിലും എടുക്കും എന്ന് പറയുന്നു. അപ്പോൾ അവിടെയുള്ളവരും ഭയങ്കരമായി ഞെട്ടി. ഈ ബീച്ചിനും സമയത്തിനും എന്തോ ഒരു ബന്ധമുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഒരുപാട് ദിവസങ്ങൾ ഓടിപ്പോകുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ തന്നെ നോക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നോക്കിയാൽ എല്ലാവരുടെയും മുഖത്ത് ചുളിവുകൾ വരാൻ തുടങ്ങുന്നു. എൻ്റെ കുട്ടികൾക്ക് വയസ്സായിരിക്കുന്നതിനെ വെച്ച് നോക്കിയാൽ ഈ ബീച്ചിലിരിക്കുന്ന അരമണിക്കൂർ 1 വർഷത്തിന് തുല്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ റാപ്പർ, ആ സ്ഥലത്ത് നമ്മളൊരു ദിവസം ഇരുന്നാൽ ഏകദേശം 50 വർഷം കടന്നു പോയതുപോലെ ആവും, നമുക്ക് 50 വയസ്സ് കൂടും എന്ന് പറഞ്ഞ് ഭയങ്കരമായി ഞെട്ടിപ്പോകുന്നു. ഈ സമയം ഡോക്ടർ അവൻ്റെ മകളെ തിരയാൻ തുടങ്ങുന്നു. അപ്പോൾ കണ്ടാൽ അവൾ ദൂരെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് നടന്നു വരുന്നുണ്ടാവും. അങ്ങനെ മെല്ലെ ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും ഭയങ്കരമായി പേടിച്ചു പോകുന്നു. കാരണം ആ ഡോക്ടറുടെ മകൾ 5 മാസം ഗർഭിണിയാണ്. എല്ലാവർക്കും ഇപ്പോൾ കൂടുതലൊന്നും മനസ്സിലാകാതെ ഭയങ്കര ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ ഈ ഡോക്ടർ ആകട്ടെ പൂർണ്ണമായും ഭ്രാന്തനെ പോലെ മാറുന്നു. അവൻ്റെ മകളാണ് ഇവിടെ ഗർഭിണിയായി വന്ന് നിൽക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഒരു ശ്രദ്ധയുമില്ലാതെ ഏതോ ഒരു സിനിമയെക്കുറിച്ച് സംസാരിച്ച് അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ലടാ എന്ന് പറഞ്ഞ ഭ്രാന്തൻ്റെ മാതിരി ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കറുത്ത സ്ത്രീയുടെ ഭർത്താവ് പറയുന്നുണ്ട്, ഇനിയും കുറച്ചു നേരത്തിനുള്ളിൽ അവൾക്ക് കുഞ്ഞ് ജനിക്കാൻ പോവാണ്, അതുകൊണ്ട് നമ്മളാണ് അവളെ സഹായിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് 6 മാസം, 7 മാസം, 8 മാസം അങ്ങനെയൊക്കെ ആവുന്നു. അവസാനം അവൾക്ക് പ്രസവവേദനയും വരുന്നു. അവളുടെ അമ്മ വളരെ ഭയന്നു പോകുന്നുണ്ട്. അതുകണ്ട് ഈ ഡോക്ടറുടെ ഭാര്യ
അവർക്ക് കാൽസ്യം കുറവുള്ളതുകൊണ്ട് അവർക്കും കുറച്ച് വയ്യാതെ ആവുന്നുണ്ട്. ഈ സമയം ആ പെൺകുട്ടിക്ക് കുഞ്ഞും ജനിക്കുന്നു. കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ട് എല്ലാവരും സന്തോഷത്തോടെ അടുത്ത് പോയി നോക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ആ ശബ്ദം നിലച്ചു പോകുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള അന്തരീക്ഷത്തിൽ ആ കുഞ്ഞിന് ജീവിക്കാൻ കഴിയാതെ ദയനീയമായി മരിച്ചു പോകുന്നു. ഈ സമയം ഡോക്ടർ ആകട്ടെ ഇതിനെക്കുറിച്ച് ഒന്നും ശ്രദ്ധിക്കാതെ ഇതിനെല്ലാം കാരണം ആ റാപ്പറാണ്, അവനെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ആ റാപ്പറെ നിർത്താതെ കുത്താൻ തുടങ്ങുന്നു. ഒട്ടും ഇടവേളയില്ലാതെ കുത്തിക്കൊണ്ട് ആ റാപ്പർ ക്രൂരമായ രീതിയിൽ മരിച്ചു പോകുന്നു. ഇതെല്ലാം കണ്ട എല്ലാവരും പേടിച്ച് വേഗത്തിൽ ഡോക്ടറെ തടഞ്ഞ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെ പിടിച്ചു വാങ്ങുന്നു. ഇങ്ങനെ സമയവും പോയിക്കൊണ്ടിരിക്കെ ഇവർക്ക് എല്ലാവർക്കും പ്രായം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹോട്ടലിലേക്ക് നമ്മൾ എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നു. എല്ലാവരും പറയുന്നു, ഞാൻ മെഡിക്കലിൽ ഒരു നോട്ടീസ് കണ്ടു, അതിനുശേഷം അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് പരസ്യം കണ്ടു, അതിനുശേഷം എനിക്ക് തുടർച്ചയായി ഇമെയിലുകൾ വന്നുകൊണ്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നത് എന്നൊരാൾ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി. ഇതുപോലെ തന്നെയാണ് ഞാനും ഈ സ്ഥലത്തേക്ക് വന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന്. ഈ സമയം ഇവരുടെ പാസ്പോർട്ട് എല്ലാം ആ റിസോർട്ടിലാണ് ഉള്ളത്. അവർ വിചാരിച്ചാൽ ഇവിടെ ആരും വന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയി പ്ലേറ്റ് മറയ്ക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ ഇരിക്കെ ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എതിർവശത്തുള്ള ഒരു മലയുടെ മുകളിൽ ഒരു ടെലസ്കോപ്പ് വെച്ച് ആരോ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ നമ്മളെ കാണിക്കുന്നു. അപ്പോൾ ആ കറുത്ത സ്ത്രീയുടെ ഭർത്താവ് പറയുന്നുണ്ട്, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ എവിടേക്കെങ്കിലും ഇവിടെ നിന്ന് നീന്തി പോവാണ് എന്ന് പറഞ്ഞ് വേഗത്തിൽ കടലിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങുന്നു. പക്ഷെ നീന്തി പോയവൻ കുറച്ചു നേരത്തിനുള്ളിൽ മരിച്ച് മൃതദേഹമായി ഈ സ്ഥലത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ബീച്ചിൽ നിന്ന് നീന്തി പോയാൽ പോലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഈ സമയം ആ കറുത്ത സ്ത്രീ ഭർത്താവ് മരിച്ചതോർത്ത് ഭയങ്കരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയം ആ ഡോക്ടറുടെ മകളുണ്ടല്ലോ, ഇപ്പോൾ കുഞ്ഞു ജനിച്ച പെൺകുട്ടി, അവൾ ഇവിടെ നടക്കുന്ന ക്രൂരതയെല്ലാം താങ്ങാൻ കഴിയാതെ വേഗത്തിൽ അവിടെയുള്ള പാറയുടെ മുകളിൽ കയറാൻ തുടങ്ങുന്നു. നമ്മുടെ ഹീറോയും വേഗത്തിൽ മുകളിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയുടെ അമ്മ വേഗത്തിൽ തടയുന്നുണ്ട്. അപ്പോഴേക്കും ഡോക്ടറിന്റെ മകൾ മാക്സിമം മുകളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷെ ഈ സമയം അവളുടെ തലയിൽ പ്രഷർ ഉണ്ടാവുന്നു. അപ്പോൾ മുകളിൽ നിന്ന് പെട്ടെന്ന് താഴെ വീണ് അവൾ ആ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പോകുന്നു. ഇത് കണ്ട ഹീറോയുടെ കുടുംബം വളരെ വിഷമിക്കുന്നുണ്ട്. ശരി, ഇനി നമ്മൾ എങ്ങും പോകണ്ട, ഇവിടെ തന്നെ ഒന്നായിരിക്കാമെന്ന് പറഞ്ഞ് ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കറുത്ത സ്ത്രീയുടെ കയ്യിൽ ഒരു റബ്ബർ ട്യൂബ് പോലെ ഒന്നുണ്ട്. അതെടുത്തിട്ട് വന്ന് ഇത് വെച്ച് ഞാൻ നീന്തി പോവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഫിക്സ് വന്ന് അവർ ആ സ്ഥലത്ത് തന്നെ നൊരയും പതയും തള്ളി മരിച്ചു പോകുന്നു. അങ്ങനെ ആ കറുത്ത സ്ത്രീയും മരിച്ചു പോകുന്നു. ഇവർക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ, വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ സമയം പോകെ ഇവിടെയുള്ള എല്ലാവർക്കും പ്രായം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ ഹീറോയുടെ അച്ഛന് വയസ്സായതുകൊണ്ട് കൃത്യമായി കണ്ണ് കാണാതെ ആവുന്നുണ്ട്. അതുപോലെ ഹീറോയുടെ അമ്മയ്ക്കും കാത് കേൾക്കാതെ ആവുന്നു. അപ്പോൾ ആ ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ, അവൻ എന്ത് പ്രശ്നമാണ് വരുന്നതെന്ന് വെച്ചാൽ വയസ്സാകുമ്പോൾ കൂടുതൽ ഭ്രാന്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഡോക്ടറുടെ ഭാര്യയ്ക്ക് കാൽസ്യം കുറവായതുകൊണ്ട് അവർക്ക് നിവർന്നു പോലും നടക്കാൻ കഴിയുന്നില്ല, അത്രയ്ക്ക് കൂനി പോകുന്നു. ഇങ്ങനെ ഇരിക്കെ നമ്മുടെ ഹീറോയും ചേച്ചിയും ഇവിടെയുള്ള പഴയ വസ്തുക്കൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഒരു ഡയറി കിട്ടുന്നു. അങ്ങനെ അത് വായിച്ചു നോക്കുമ്പോൾ അതിൽ ഈ ബീച്ചിലേക്ക് മുമ്പ് ആരൊക്കെയാണോ വന്നത് അവരുടെ എല്ലാവരുടെയും പേരുകൾ എഴുതി വെച്ച് അതിനുള്ള തെളിവുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഭയങ്കരമായി ഞെട്ടാണ്. ഞങ്ങളെ മാത്രമാണ് ഇങ്ങോട്ടേക്ക് അയച്ചത് എന്ന് കരുതിയപ്പോൾ ഞങ്ങളെപ്പോലെ ഒരുപാട് കുടുംബങ്ങളെ ഇവിടെ എത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ ഹീറോയ്ക്കും ചേച്ചിക്കും അറിയാൻ കഴിയുന്നു. അത് കട്ട് ചെയ്ത് അടുത്ത സീനിൽ ആ ഡോക്ടർക്ക് ഭ്രാന്ത് കൂടി അവന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് നമ്മുടെ ഹീറോയുടെ അച്ഛനെയും അമ്മയും കൊല്ലാനായി വരുന്നു. പക്ഷെ അവൻ പതുക്കെ കുത്തുന്നത് കൊണ്ട് ഈ സ്ഥലത്ത് അങ്ങനെ ലൈറ്റായി കത്തി വെച്ച് കുത്തിയാൽ തന്നെ ആ സ്ഥലം തനിയെ ശരിയാവുമല്ലോ. അതുപോലെ ഇവർക്ക് ഓട്ടോമാറ്റിക്കായി ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയുടെ അമ്മ വേഗത്തിൽ ഓടി വന്ന് നമ്മുടെ ഹീറോയെയും ചേച്ചിയെയും വേഗം ആ ഗുഹയിലേക്ക് പോയി സുരക്ഷിതമായി ഇരിക്കുക, ഇവർ നിങ്ങളെയും കൊല്ലാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ മാറി മാറി കത്തിക്കൊത്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവരുടെ മുറിവ് ഉണങ്ങുന്നത് വരെ ഹീറോയുടെ അച്ഛൻ കത്തിക്കൊത്ത് വാങ്ങിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മുറിവ് ഉണങ്ങുന്നത് വരെ നമ്മുടെ ഹീറോയുടെ അമ്മ കത്തിക്കൊത്ത് വാങ്ങിക്കുന്നു. ഇങ്ങനെ മാറി മാറി ആ ഡോക്ടർ കത്തിക്കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഗുഹയ്ക്കുള്ളിൽ നോക്കിയാൽ ആ ഡോക്ടറുടെ ഭാര്യ വരുന്നു. അവർക്കും ഭ്രാന്ത് പിടിച്ച ഒരു വലിയ കല്ലെടുത്ത് നിങ്ങളാണോടെ എൻ്റെ മകളുടെ മരണത്തിന് കാരണം, നിങ്ങളെ വെറുതെ വിടില്ലടാ എന്ന് പറഞ്ഞ് ആക്രമിക്കാൻ വരുമ്പോൾ പക്ഷെ അതിനുള്ളിൽ തന്നെ അവർക്ക് കാൽസ്യം കുറവുണ്ടല്ലോ, അവർക്ക് ഭാരമൊന്നും എടുക്കാൻ കഴിയുന്നില്ല. എല്ലുകളെല്ലാം വീക്കായി അവരുടെ മുതുകിൽ തന്നെ കല്ല് വീഴുമ്പോൾ മുതുക് വളഞ്ഞു പോവാണ്. എന്നിട്ടും അവർ വിടുന്നത് പോലെയില്ല. നിങ്ങളെ വിടില്ലടാ എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്ഥലത്തും അവർക്ക് അടിയേറ്റ് എല്ലുകൾ വളഞ്ഞ് ആ 8 കാലി പൂച്ചയെ പോലെയായി മാറുന്നു. അങ്ങനെ ക്രൂരമായ അവസാനം ആ ഡോക്ടറുടെ ഭാര്യയും മരിച്ചു പോകുന്നു. ഈ സമയം ഇവിടെ നോക്കിയാൽ നമ്മുടെ ഹീറോയുടെ അമ്മ താഴെ കിടന്ന ഒരു തുരുമ്പ് പിടിച്ച കത്തിയെടുത്ത് ആ ഡോക്ടറെ നിർത്താതെ കുത്താൻ തുടങ്ങുന്നു. അതുകൊണ്ട് അവന്റെ ശരീരം മുഴുവൻ പഴുത്ത് ഞരമ്പുകളെല്ലാം പുറത്തു വന്ന് വളരെ ക്രൂരമായ അവസാനം ആ ഡോക്ടറും മരിച്ചു പോകുന്നു. ഇപ്പോൾ ഈ ബീച്ചിൽ ആരൊക്കെയാണുള്ളത്? നമ്മുടെ ഹീറോയുടെ കുടുംബം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 4 പേരും ഒന്നിച്ചിരുന്ന് മരിക്കുന്നതിന് മുമ്പ് സന്തോഷത്തോടെ സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വയസ്സായി അവസാനം നമ്മുടെ ഹീറോയുടെ അമ്മയും അച്ഛനും തനിയെ മരിച്ചു പോകുന്നു. ഇത് കണ്ട് നമ്മുടെ ഹീറോയും ചേച്ചിയും വളരെ വിഷമിക്കുന്നുണ്ട്.
എന്നിരുന്നാലും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ അടുത്ത ദിവസം ആവുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്കും ചേച്ചിക്കും ഏകദേശം 50 വയസ്സിന് മുകളിൽ ആയതുപോലെ ഇരിക്കുന്നു. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ മരിക്കാൻ പോവല്ലേ, അതുകൊണ്ട് നമുക്ക് മണൽ വീട് കെട്ടി കളിച്ചാലോ. അതുകൂടാതെ നിന്റെ ഫ്രണ്ട് നിനക്ക് പസിൽ സോൾവ് ചെയ്യാൻ തന്നല്ലോ, അതെടുത്ത് നീ ജോളിയായി സോൾവ് ചെയ്യേ എന്ന് പറയുന്നു. നമ്മുടെ ഹീറോ അതെടുത്ത് നോക്കുമ്പോൾ ചേച്ചി മണൽ വീട് കെട്ടാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ഹീറോ അത് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു സൂചന കിട്ടുന്നു. അതായത് ആ പസിൽ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മാമയ്ക്ക് പവിഴപ്പുറ്റുകൾ ഒട്ടും ഇഷ്ടമില്ല എന്നുള്ളതായിരുന്നു ആ ചെറിയ പയ്യൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ആ ചെറിയ പയ്യൻ ഇവരെ സഹായിക്കാനാണ് ആ പസിൽ സോൾവ് ചെയ്യാൻ കൊടുത്തിരുന്നത് എന്ന്. അപ്പോൾ രണ്ടുപേരും കരുതുന്നുണ്ട് ഈ കടലിന്റെ അടിയിലാണ് പവിഴപ്പുറ്റുകൾ ഉണ്ടാവുക, അതുകൊണ്ട് നമുക്ക് അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് വേഗത്തിൽ വെള്ളത്തിലേക്ക് ചാടിപ്പോയി നോക്കുന്നു. അങ്ങനെ പോകുമ്പോൾ ഈ കടലിന്റെ അടിയിൽ ഒരുപാട് പവിഴപ്പാറകളുണ്ട്. അതിൽ ഒരു ഗുഹ പോലെ ഒന്ന് പോകുന്നു. അതിലൂടെ പോകുമ്പോൾ ഈ പവിഴപ്പാറയിൽ നമ്മുടെ ഹീറോയുടെ ചേച്ചിയുടെ ഡ്രസ്സ് കുടുങ്ങുന്നു. ഇത് കണ്ട് നമ്മുടെ ഹീറോ വേഗത്തിൽ ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതോടെ ആ സീനും കട്ടാവുന്നു. ഇപ്പോൾ ഇവിടെ നടക്കുന്നതെല്ലാം ഒരുത്തൻ ടെലസ്കോപ്പിൽ കാണുന്നുണ്ടല്ലോ, അവൻ ഇതിനെയും കണ്ടിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു പക്ഷേ അവർ നീന്തി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു കാണും, അങ്ങനെയെങ്കിൽ അവർ തീർച്ചയായിട്ടും മരിച്ചു പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഇവിടെ ഇവരെ വിട്ടിട്ട് പോയ ആ ഡ്രൈവർ, ബോസ് ഈ ബീച്ചിൽ വന്നവരെല്ലാവരും മരിച്ചുപോയി എന്ന് ആരോടോ കോൾ ചെയ്ത് പറഞ്ഞിട്ട് അവനും അവിടെ നിന്ന് പോകുന്നു. ഇപ്പോഴാണ് നമുക്കൊരു കാര്യം കാണിക്കുന്നത്. അതായത് ആ റിസോർട്ടിന് പിന്നിൽ ഒരു റിസർച്ച് സെന്റർ പോലെയുണ്ട്. അവിടെ പുതിയ മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കും. എങ്ങനെയെങ്കിലും ഈ മരുന്ന് കണ്ടുപിടിച്ച് ടെസ്റ്റ് ചെയ്യാൻ ഒരുപാട് നാളുകൾ എടുക്കുമല്ലോ. അതുകൊണ്ട് കണ്ടുപിടിച്ച മരുന്ന് ഈ റിസോർട്ടിൽ വരുന്നവർക്ക് കൊടുത്ത് അവരെ ഈ ബീച്ചിലേക്ക് അയച്ചുവിടും. ഈ ബീച്ചിൽ എല്ലാവർക്കും വേഗത്തിൽ പ്രായം വർദ്ധിക്കുന്നത് കൊണ്ട് വേഗം തന്നെ ഈ മരുന്ന് വിജയിക്കാൻ പോവുകയാണോ അതോ പരാജയപ്പെടാൻ പോവുകയാണോ എന്ന് ഇവർക്ക് അറിയാൻ കഴിയുമല്ലോ. അങ്ങനെ കാലാകാലമായി ഇവർ കണ്ടുപിടിക്കുന്ന മരുന്ന് കുറച്ചുപേരെ ഈ ബീച്ചിലേക്ക് അയച്ചുവിട്ട് ചെക്ക് ചെയ്ത് നോക്കും. അതായത് നമ്മുടെ ഹീറോയുടെ കുടുംബം റിസോർട്ടിനുള്ളിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഈ കോക്ടെയിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനുള്ളിലാണ് ഇവർ ചെക്ക് ചെയ്യുന്നത് പോലുള്ള മരുന്ന് കലർത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ആ കറുത്ത സ്ത്രീക്ക് ഫിക്സ് വന്നപ്പോഴും റിസോർട്ടിലുള്ള സ്ത്രീ പോയി മരുന്ന് ജ്യൂസിൽ കലർത്തി കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ബീച്ചിലേക്ക് പോകുന്നതിന് മുമ്പേ ഇവർ കണ്ടുപിടിച്ച മരുന്ന് അവരെ ഈ ബീച്ചിലേക്ക് അയച്ചു വിട്ടിട്ട് എത്ര വർഷം വരെ ഈ മരുന്ന് വിജയിക്കുന്നു അല്ലെങ്കിൽ പരാജയപ്പെടുന്നു എന്ന് ചെക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും. അടുത്ത സീനിൽ നമ്മൾ തുടക്കത്തിൽ ഒരു പോലീസിനെ കണ്ടിരുന്നല്ലോ. അതായത് നമ്മുടെ ഹീറോ ചെറിയ പയ്യനായിരുന്നപ്പോൾ ഇവിടെയുള്ള എല്ലാവരോടും വന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പേരെന്താണ് എന്നൊക്കെ ഒരുപാട് അന്വേഷിക്കുമ്പോൾ ഒരു പോലീസുകാരനുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന് ആരോ വന്ന് ഒരു ബുക്ക് കൊടുക്കുന്നു. ഈ സമയം പുതുതായി റിസർച്ചിന് വേണ്ടി ഒരു കുടുംബത്തെ വരുത്തി ഭയങ്കരമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആ സ്ത്രീ കോക്ടെയിൽ കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ രണ്ടുപേർ ചേർന്ന് അതറിയാതെ തട്ടിയിടുന്നത് പോലെ തട്ടിയിട്ട് ഈ സ്ഥലത്തേക്ക് നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്, ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് എല്ലാ സത്യങ്ങളും പറഞ്ഞ് വിശദീകരിച്ച് ഇവരുടെ പേര് പറയുന്നു. അപ്പോൾ ആ മാനേജറുടെ മുഖം മാറുന്നുണ്ട്. കാരണം അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയും ഈ ചേച്ചിയുമാണ്. എങ്ങനെയോ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. ഈ പോലീസിനാണ് അവർ ഡയറി കൊടുത്തത്. ആ ഡയറിയിലുള്ള വിവരങ്ങളെല്ലാം നോക്കുമ്പോൾ ഇതിനു മുമ്പ് കാണാതായ ഒരുപാട് പേരുടെ വിവരങ്ങളെല്ലാം ആ ഡയറിയിലുണ്ട്. ഇത് കണ്ട പോലീസുകാർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു പറഞ്ഞ് കുറച്ച് ഫോഴ്സിനെ ഈ സ്ഥലത്തേക്ക് അയച്ചു തരൂ എന്ന് പറയുന്നു. അപ്പോൾ ആ ചെറിയ പയ്യന് നമ്മുടെ ഹീറോ നന്ദി പറയുന്നുണ്ട്. ഇത് കണ്ട് സെക്യൂരിറ്റി വേഗത്തിൽ അവരെ ഓടിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ പോലീസ് ഹീറോയുടെയും ചേച്ചിയുടെയും മുമ്പിൽ നിൽക്കുകയാണ്. അത്രയേ ഉള്ളൂ, ഇനി ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പൂർണ്ണമായും കുടുങ്ങിപ്പോയി. ഇപ്പോഴാണ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് ഈ ചേച്ചിയുടെ ഡ്രസ്സ് ഈ പവിഴപ്പുറ്റിൽ കുടുങ്ങിയിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഹീറോ വേഗത്തിൽ ചേച്ചിയുടെ അടുത്തേക്ക് വന്ന് എങ്ങനെയോ ആ ചെടിയെ തന്നെ പറിച്ചെടുക്കുകയാണ്. അതിനുശേഷം അവിടെയുള്ള കുറച്ച് ഗ്യാപ്പിലൂടെ പുറത്തു വന്ന് ശ്വാസം വിട്ട് വീണ്ടും നീന്തി അവസാനം ഒരു സ്ഥലത്ത് വന്നിറങ്ങുന്നു. അവിടെ നോക്കിയാൽ ഒരുപാട് മീനുകളുണ്ട്. അങ്ങനെ ആ മീനുകളെ കണ്ടതിന് ശേഷമാണ് അവർക്ക് സമാധാനമാവുന്നത്. കാരണം അവരൊരു ബീച്ചിലായിരുന്നല്ലോ, ആ സ്ഥലത്ത് മീനുകളെ ഇല്ല. അപ്പോൾ ഇവിടെ മീനുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുരക്ഷിതമായ സ്ഥലത്തിനടുത്ത് വന്നു എന്ന് മനസ്സിലാക്കി എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു. അവസാനം പോലീസ് ഹെലികോപ്റ്ററിൽ ആ സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, ജീവിച്ചിരിക്കണം എന്ന് മാത്രം കരുതിയല്ല നിങ്ങൾ അതിജീവിച്ചത്, വരും കാലത്ത് മരിക്കാൻ പോകുന്ന ഒരുപാട് പേരെ നിങ്ങൾ രക്ഷിച്ചു എന്ന് പറയുന്നു. അതോടെ ഈ സിനിമയും അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.